നമസ്കാരം. നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സരളി വരിസകൾ 1, 2, 3 രണ്ടാം കാലത്തിൽ എങ്ങനെ പാടാം. നമ്മളതിൻ്റെ സ്വരങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഓർഡർ പറഞ്ഞു, അത് താളമടിച്ച് കാണിച്ചു തന്നു. അത് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. കാണുന്നവരാരും കൃത്യമായി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് മാക്സിമം നിങ്ങൾ കഴിയുന്നൊന്ന് ഷെയർ ചെയ്താൽ കുറച്ച് ആൾക്കാർ കൂടി കാണും. അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്ക് നന്നായിട്ട് കണ്ട് ഒരു ഗുണമുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് സരളി വരിസകൾ 4, 5, 6. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1, 2, 3 അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ 4, 5, 6 സരിഗമ സരിഗമ സപ്തസ്വരങ്ങളിൽ പിന്നുള്ളത് പായും ധായും നീയുമാണ്. നമ്മൾ സാ സരി സരി സരിഗ സരിഗ സരിഗമ സരിഗമ മാ വരെ നമ്മൾ പാടി. അടുത്ത നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പാ ധ നീ ഈ 3 സ്വരങ്ങൾ അതിൻ്റെ കൂടെ ചേർന്ന് വരുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നാലാമത്തിൻ്റെ പ്രത്യേകത, അതിലൊരു ദീർഘം വരും. സ രി ഗ മ പ പ പ 1 ഒരു പാ പാടുന്ന അതേ സെയിം ടൈം പ പ എന്ന് പറയുന്നതിന് പകരം പാ ആ ടൈം നമ്മളവിടെ ഹോൾഡ് ചെയ്യണം. ഒരു ദീർഘമാണത്. ഒരു ദീർഘം എന്ന് പറയുന്നത് ഒരു സ്വരമാണ്. കർണാടക സംഗീതത്തിൽ നമ്മൾ ഒരു സ്വരമായിട്ടാണ് അതിനെ കണക്കാക്കുക. 2 ദീർഘമുണ്ടെങ്കിൽ അത് 2 സ്വരമാണ്. ഒരു സ്വരവും 2 ദീർഘവും വന്നു കഴിഞ്ഞാൽ അത് 3 സ്വരമായി. ഇപ്പോൾ പാ, അപ്പോൾ 2 സ്വരമായി. പാ പാ 2 സ്വരമായി. അപ്പോൾ ദീർഘത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഒരു ദീർഘം പോയാൽ ഒരു സ്വരം പോയി, ഒരു ദീർഘം കൂടിയാൽ ഒരു സ്വരം കൂടി, അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു ദീർഘത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് കുറഞ്ഞാലും കൂടിയാലും താളം തെറ്റും, നമ്മുടെ താളത്തിൻ്റെ കണക്ക് തെറ്റും. അതുകൊണ്ട് ദീർഘം എന്ന് പറയുന്നത് ഒരു സ്വരമാണ്. അതിൻ്റെ സെയിം ടൈം നമ്മൾ അവിടെ ഹോൾഡ് ചെയ്യണം, അവിടെ ഒന്ന് നീട്ടണം. അതാണ് അടുത്തത്. സ രി ഗ മ പ സ രി. അറിയാലോ, സരി എന്ന് പറഞ്ഞാൽ നേരെ താഴെ, പായുടെ അവിടെ വിട്ടേക്കണം. പാ അവിടെ വിട്ടിട്ട് നേരെ താഴെ വന്ന് സ രി. സരി സരി എന്ന് പറയുന്നതെല്ലാം താഴെയാണ്. സനി എന്ന് പറഞ്ഞെല്ലാം മേലെയാണ്, മുകളിലാണ്. ഡിസെൻഡിങ് ഓർഡറാണ്, മുകളിലേക്ക് പോകണം. അപ്പോൾ സ രി ഗ മ പ സരി 8 സ്വരമായി. അത് കഴിഞ്ഞാൽ സ രി ഗ മ പ ധ നി സ. ഇനി അവരോഹണം സ നി ധ പ മാ. നമ്മൾ പായ്ക്ക് ദീർഘം കൊടുത്ത പോലെ അവരോഹണത്തിൽ മായ്ക്കാണ് ദീർഘം വരിക. മാ സ നി മുകളിലേക്ക് പോയി സ നി. പിന്നെ സ നി ധ പ മാ ഗ രി സ. അതൊന്ന് പാടിയിട്ട് അതിൻ്റെ താളം കാണിക്കാം. സ രി ഗ മ പ സ രി സ രി ഗ മ പ ധ നി സ. സ നി ധ പ മാ സ നി സ നി ധ പ മാ ഗ രി സ. അപ്പം സ രി ഗ മ പ സ രി സ രി ഗ മ പ ധ നി സ. സ നി ധ പ മാ
സാ നീ സാ നീ ധ പ മാ ഗ രി സാ സാ രെ ഗ മാ പ സാ രി സാ രെ ഗ മാ പ ധ നീ സാ സാ നീ ധ പ മാ സാ നീ സാ നീ ധ പ മാ ഗ രി സാ. 4. അടുത്തത് അഞ്ചാമത്തത് ആ പാ, നമ്മൾ ആ ദീർഘം കൊടുത്ത അതേ സ്ഥലത്ത് നമ്മൾ പ ധ ധ എന്ന് പറഞ്ഞ സ്വരം പാടും. ബാക്കിയെല്ലാം സെയിം, ഒരു വ്യത്യാസവുമില്ല. എന്ന് പറയാം. സ രി ഗ മ പ ധ. അവിടെ വിട്ടിട്ട് താഴേക്ക് വന്ന് സ രി, പിന്നെ സ രി ഗ മ പ ധ നീ സ. അവരോഹണം സ നീ ധ പ മാ ഗ. മുകളിൽ പോയി സ നീ. മുകളിലത്തെ സായുടെ മുകളിൽ, നമ്മൾ മുകളിൽ പാടുന്ന സായുടെ മുകളിൽ ഒരു ഡോട്ട് ഇട്ടോണം, ഒരു കുത്ത്. അതിൻ്റെ അർത്ഥം അത് മുകളിലത്തെ സ്വരമാണ് എന്നാണ്. നമ്മൾ മുകളിലേക്ക് പാടുന്ന, മുകളിലത്തെ സായിന്ന് മുകളിലേക്ക് പാടുന്ന എല്ലാ സ്വരങ്ങളുടെയും മുകളിൽ ഓരോ ഡോട്ട് വരും, ഓരോ കുത്ത് ഇടും നമ്മൾ. അതിൻ്റെ കാരണം അത് ഹയർ നോട്ട്സ് ആണ് എന്നാണ്. മുകളിലത്തെ സായി മുതൽ മുകളിലേക്ക് വരുന്ന എല്ലാ സ്വരങ്ങൾക്കും സ്വരത്തിൻ്റെ മുകളിൽ കുത്ത് വരും. ഇനി ആദ്യത്തെ സായുടെ താഴെ നീ മുതൽ താഴേക്ക് വരുന്ന സ്വരങ്ങൾക്ക്, നീ മുതൽ താഴേക്കുള്ള സ്വരങ്ങളുടെ താഴെയാണ് ഡോട്ട് വരിക, കുത്ത് വരിക. നീ മുതൽ ആദ്യത്തെ സാ മുതൽ അല്ല, ആദ്യത്തെ സാ മുതൽ, സാ എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന ഫസ്റ്റ് നോട്ടാണ്. അവിടെ കുത്തും കോമയും ഒന്നുമില്ല. ആ സായുടെ നെക്സ്റ്റ് തുടങ്ങുന്ന നോട്ട് നീ. അപ്പോൾ സാ, അത് പ്ലെയിനാണ്, ഒന്നുമില്ല, വെറുതെ സാ. സാ നീ നമ്മൾ താഴേക്ക് പാടുന്ന ആ നീ മുതൽ താഴേക്ക് നമ്മൾ നീ. അവിടുന്ന് താഴേക്ക് വരുന്ന നോട്ടുകൾക്കെല്ലാം നമ്മൾ താഴെയാണ് കുത്തിടുക. അപ്പോൾ മുകളിലത്തെ സ മുകളിൽ കുത്ത്, ആദ്യത്തെ സായിക്ക് കുത്തില്ല. ആദ്യത്തെ സായുടെ താഴേക്ക് സ്വരങ്ങൾ പാടുകയാണെങ്കിൽ ആ സ്വരത്തിൻ്റെ താഴെയാണ് നമ്മൾ കുത്തിടുക. അതിൻ്റെ അർത്ഥം അത് ബേസിലേക്ക് പാടേണ്ട നോട്ടാണ് എന്നാണ്. ഓക്കെ. അപ്പം മുകളിൽ ആ സാ നീ എന്ന് പാടുമ്പോൾ ആ മുകളിലത്തെ സായിക്ക് കുത്തിടാം. അപ്പോൾ കുത്തിട്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് മുകളിൽ പാടേണ്ടതാണ് എന്ന്. കുത്തില്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ സായാണ് പാടുക. അപ്പം സാ, കുത്തുണ്ടെങ്കിൽ സാ എന്നാ പാടുക. അപ്പം രണ്ട് വ്യത്യാസം അതാണ്. മുകളിൽ ഡോട്ട് ഉണ്ടെങ്കിൽ സാ, കുത്തില്ലെങ്കിൽ സാ താഴെ. ഓക്കെ. അപ്പോൾ സാ രി ഗ മ പ ധ സ രി. സാ രി ഗ മ പ ധ നീ സ. അവരോഹണം സായുടെ മുകളിൽ കുത്തിടണം. സാ നീ ധ പ മാ ഗ. അവിടെ നിർത്തി. മുകളിൽ സാ നീ, സായുടെ മുകളിൽ കുത്തിടണം. സാ നീ. അപ്പോൾ 8 സ്വരമായി. പിന്നെ അഗൈൻ സാ നീ ധ പ മാ ഗ രി സ. ആ സായുടെ മുകളിൽ കുത്തിടണം. അന്ന് പാടാം. സ രി ഗ മ പ ധ സ രി സ രി ഗ മ പ ധ നീ സ. സ നീ ധ പ മാ ഗ. സ നീ സ
ni dha pa ma ga re sa. താളം പിടിച്ച് പാടാം. സ രി ഗ മ പ ധ സ രി സ രി ഗ മ പ ധ ni sa sa ni dha pa ma ga sa ni dha pa ma ga re sa. ഒന്നുകൂടെ പാടാം. സ രി ഗ മ പ ധ സ രി സ രി ഗ മ പ ധ ni sa sa ni dha pa ma ga sa ni dha pa ma ga re sa. അഞ്ചാമത്തത്. ഇനി നമ്മൾ ആറാമത്തെ പാടുന്നത് സരിഗമ പദ നീ. നീക്ക് നമ്മളൊരു ദീർഘം കൊടുക്കും. നമ്മൾ പായ്ക്കൊരു ദീർഘം കൊടുത്ത പോലെ നീലൊരു ദീർഘം നീ. പിന്നെ അഗൈൻ നമ്മൾ ആദ്യം തൊട്ട് സരിഗമ പദ നീ. സ ഡിസെൻഡിങ് ഓർഡർ സ നീ ദ പ മ ഗ രീ. രീയിലൊരു ദീർഘം കൊടുക്കും. അപ്പോൾ 8 സ്വരമാകും. വീണ്ടും സ നീ ധ പ മ ഗ രി സ. അപ്പോൾ സരിഗമ പദനി സരിഗമ പദനി സ. അവരോഹണം സനി ദ പ മഗരി സനി ദ പ മഗരി സ. അതൊന്ന് പാടാം. സരി ഗ മ പ ധ ni സരി ഗ മ പ ധ ni സ സ ni ധ പ മ ഗ രി സ ni ധ പ മ ഗ രി സ. അത് താളം പിടിച്ച് പാടാം. സ രി ഗ മ പ ധ ni സ രി ഗ മ പ ധ ni സ സ ni ധ പ മ ഗ രി സ ni ധ പ മ ഗ രി സ സ രി ഗ മ പ ധ ni സ രി ഗ മ പ ധ ni സ സ ni ധ പ മ ഗ രി സ ni ധ പ മ ഗ രി സ. അതാണ് സരളി വരിസകൾ ആറാമത്തത്. നിങ്ങൾ ഇന്നിപ്പം പ ധ ni ആ നീ അങ്ങനെ സ്ട്രെസ് ചെയ്ത് നീയുടെ അതേ സ്ഥലത്ത് പാടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നീ അവിടെ വിട്ടാൽ മതി. നീ ആ ടൈം ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. അതുപോലെ സ ni ധ പ മ ഗ രി അങ്ങനെ പാടാൻ സാധിച്ചില്ലെങ്കിൽ രീ ആ ടൈം ഒന്ന് നീട്ടിയാൽ മതി. നീ
അങ്ങനെയാണ് പാടേണ്ടത്. ഇല്ലെങ്കിൽ നീ റേ, മനസ്സിലായോ? റേ റേ, അല്ലെങ്കിൽ റേ. ഒരു സ്വരത്തിൻ്റെ ടൈം ഒന്ന് നീ എന്ന് പാടി നമുക്കൊരു അളവ് കിട്ടും, ഒരു കണക്ക് കിട്ടും. നീ വൺ റേ വൺ. ഇനി അത് നിങ്ങൾക്ക് നീ കറക്റ്റായിട്ട് നീ ആ സ്ഥാനത്ത് തന്നെ നിങ്ങൾക്ക് ഗമം ആ ഒരു ദീർഘം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ പ്ലെയിനാക്കി ആ ടൈം ഒന്ന് കൃത്യമാക്കി ഹോൾഡ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പം മൊത്തം നമ്മൾ ആ സരളി വരിസകൾ 6 എണ്ണമായി. സ്വരാവലികൾ സരളി വരിസകൾ 6 എണ്ണമായി. സരി സരി, സരിഗ സരിഗ, സരിഗമ സരിഗമ, സരിഗമ പ, സരിഗമ പധ, സരിഗമ പദനീ. ഇപ്പം നമ്മൾ 6 സരളി വരിസകൾ എടുത്തു. ഇനി 7 മുതൽ വരുന്നത് ഇത്രയും നമ്മൾ പാടിയത് സരിഗമ പദനിസ, സനിതപ മകരിസ, അതിൻ്റെ സെയിം ഓർഡറിലാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ 7ാമത്തെ മുതൽ കുറച്ച് ഈ ഓർഡർ അങ്ങോട്ട് ഡിസോർഡർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ്, ചെറിയൊരു വക്രമായിട്ട് വളഞ്ഞും അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് വരുന്ന ഒരു മെത്തേഡാണ് 7 മുതൽ. അപ്പം ആദ്യത്തെ 6 എണ്ണം നിങ്ങൾ കൃത്യമായി എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് ആദ്യം അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ, അതിൻ്റെ ട്യൂണ് വൃത്തിയായിട്ട് പഠിക്കുക. അതിനുശേഷം അതിൻ്റെ താളത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നമ്മൾ 2ാം കാലത്തിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 3ഉം 4ഉം കാലങ്ങളൊക്കെ നമ്മൾ പാടും. പിന്നെ അതിൻ്റെ അകാര ഇകാരം അകാരങ്ങളെല്ലാം സരിഗമ സരിഗമ പ സരി, സരിഗമ പ സരി, സരിഗമ പ സരി. അതുപോലെ സരിഗമ പദ സരി, സരിഗമ പദ സരി. അതുപോലെ സരിഗമ പദനി, സരിഗമ പദനി. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പാടും. എന്നാലും നമുക്കതിൻ്റെ ഇതൊക്കെ കൃത്യമായിട്ട് പാടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ഈ 2ാമത്തെ കാലം അല്ലെങ്കിൽ 1ാം കാലവും 2ാം കാലവും നിങ്ങൾ നല്ലതുപോലെ പാടി അതിൻ്റെ സ്വരസ്ഥാനങ്ങളും ആ താളത്തിൻ്റെ ആ കണക്കും കൃത്യമാക്കുക. അതിനുശേഷം മാത്രം 3നെയും 4നെയും കുറിച്ച് ആലോചിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മളെല്ലാം കൂടെ പറയാത്തത്. കാരണം ഇത് നമ്മുടെ ബേസാണ്, ഇത് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പക്കയായിരിക്കണം, അതിലൊരു കോംപ്രമൈസും ചെയ്യരുത്. ഫോളോ ചെയ്യുന്നവരെ വൃത്തിയായിട്ട് നോട്ട് എഴുതി വീഡിയോ നല്ലതുപോലെ കേട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ കഴിയുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുക. കേൾക്കുന്നവരാരും നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഷെയർ ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾ മാത്രം കേട്ടാൽ പോരല്ലോ, കുറച്ച് ആൾക്കാരൂടെ കേൾക്കട്ടെ. ആർക്കെങ്കിലും ഗുണം കിട്ടാൻ നിങ്ങളത് കിട്ടിക്കോട്ടെ. അപ്പം അങ്ങനെ ആ ഒരു മനോഭാവം കൂടെ നിങ്ങൾ കാണിക്കൂ. ഇപ്പം നമ്മുടെ ക്ലാസ് കാണുന്നവർ വളരെ ആരും ഷെയർ ചെയ്യുന്നില്ല, എല്ലാവരും കേൾക്കുന്നുണ്ട്. കുറച്ച് പേര് കേൾക്കാൻ കാരണം നിങ്ങളിത് ഷെയർ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങളത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകും, ആൾക്കാർ കേൾക്കട്ടെ. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്കിത് ക്ലാസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വൃത്തിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അതിന് നമുക്ക് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് സമയം നമ്മളിതിനു വേണ്ടി നമ്മൾ മെനക്കെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആൾക്കാരെ കാണാനും കേൾക്കാനും നമുക്ക് കുറേ ആൾക്കാരുണ്ട് എന്ന് തോന്നുമ്പോഴേ നമുക്കത് കൂടുതൽ നന്നായിട്ട് ചെയ്യാനും മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വീഡിയോ കണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യൂ. ബാക്കി നമ്മൾ ഇതിൻ്റെ 7 മുതലുള്ള സരളി വരിസകൾ 7ാമത്തത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാടുകയും പഠിക്കുകയും ചെയ്യാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.